അപരാധമെന്തു ഞാൻ ചെയ്തു? ദുഃഖവെള്ളി, മൗനം വാചാലമാകുന്ന ദിവസം. ഇന്ന് ദുഃഖവെള്ളി. ഓരോ വർഷവും കലണ്ടറിൽ ഒരു ദിവസം മാത്രമായിരിക്കാം ഇത്. പക്ഷേ മനുഷ്യ ചരിത്രത്തിൽ ഇത് ഒരു ദിവസം മാത്രമല്ല. സ്നേഹം, വേദന, വഞ്ചന, ക്ഷമ, മൗനം, ത്യാഗം ഇവയെല്ലാം ഒരേ ദിവസം കൂടിച്ചേർന്ന ദിനമാണ് ദുഃഖവെള്ളി. കാലം കടന്നു പോകുന്നു, വർഷങ്ങൾ മാറുന്നു. എന്നാലും മനുഷ്യഹൃദയത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഒരു നിശബ്ദതയായി ദുഃഖവെള്ളി വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇത് ഒരു ദുഃഖത്തിന്റെ കഥ മാത്രമല്ല, ഇത് മനുഷ്യന്റെ കഥയാണ്. വഞ്ചനയുടെ കഥ, ഭയത്തിന്റെ കഥ, സ്വാർത്ഥതയുടെ കഥ. അതേസമയം അതിനേക്കാളും വലിയ സ്നേഹത്തിന്റെ കഥ. 30 വെള്ളിക്കാശിന് സൗഹൃദം വിറ്റ ഒരു ശിഷ്യന്റെ കഥ. സത്യമറിയാമായിരുന്നിട്ടും കൈ കഴുകി മാറി നിന്ന ഒരു ഭരണാധികാരിയുടെ കഥ. ഭയന്ന് തള്ളിപ്പറഞ്ഞ ഒരു ശിഷ്യന്റെ കഥ. കൂട്ടം ചേർന്ന് നിലവിളിച്ച ഒരു സമൂഹത്തിന്റെ കഥ. എല്ലാം സഹിച്ച് മൗനം പാലിച്ച ഒരു ദൈവത്തിന്റെ കഥ. ദുഃഖവെള്ളി നമ്മെ ആദ്യം പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. മനുഷ്യൻ പലപ്പോഴും സ്നേഹത്തെ തിരിച്ചറിയുന്നത് വൈകിയാണ്. ഹോസാന പാടി സ്വീകരിച്ച ജനക്കൂട്ടം അല്പസമയത്തിനകം ക്രൂശിക്കൂ എന്ന് നിലവിളിച്ചു. അതേ കൈകൾ തന്നെയാണ് പൂക്കൾ എറിഞ്ഞതും കല്ലുകൾ എറിഞ്ഞതും. അതേ നാവുകൾ തന്നെയാണ് സ്തുതിച്ചതും ശപിച്ചതും. മനുഷ്യന്റെ മനസ്സ് എത്ര വേഗം മാറുന്നുവെന്ന് കുരിശിന്റെ വഴി നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ മുഴുവൻ ശബ്ദങ്ങളുടെയും നടുവിൽ ഒരു വലിയ മൗനം ഉണ്ടായിരുന്നു. പിതാവിന്റെ മൗനം, അമ്മ മറിയത്തിന്റെ മൗനം, മഗ്ദലനക്കാരി മറിയത്തിന്റെ മൗനം, യോഹന്നാന്റെ മൗനം. ഈ മൗനങ്ങളാണ് ദുഃഖവെള്ളിയുടെ ഏറ്റവും വലിയ പ്രസംഗം. കുരിശിന്റെ കീഴിൽ അവർ പ്രസംഗിച്ചില്ല, അവർ വാദിച്ചില്ല, അവർ അത്ഭുതം പ്രതീക്ഷിച്ചില്ല. അവർ ഒറ്റ കാര്യം മാത്രം ചെയ്തു, അവർ കൂടെ നിന്നു. ജീവിതത്തിൽ ചില വേദനകൾക്ക് മരുന്നില്ല, ചില ചോദ്യങ്ങൾക്ക് ഉത്തരവുമില്ല, ചില നഷ്ടങ്ങൾക്ക് പകരമില്ല. അത്തരം സമയങ്ങളിൽ മനുഷ്യന് ഏറ്റവും ആവശ്യം ഉപദേശമല്ല, ഒരു സാന്നിധ്യമാണ്. അതാണ് കുരിശിന്റെ കീഴിൽ ഉണ്ടായിരുന്നത്, സാന്നിധ്യം. വാക്കുകളില്ലാത്ത സ്നേഹം, കരയാത്ത കണ്ണീര്, ശബ്ദമില്ലാത്ത പ്രാർത്ഥന. ദുഃഖവെള്ളി നമ്മോട് മൗനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങൾ ശബ്ദത്തിലല്ല, മൗനത്തിലാണ് നമ്മൾ കേൾക്കുന്നത്. കരയുന്ന മകന്റെ തലയിൽ കൈവച്ച് ഒന്നും പറയാതെ ഇരിക്കുന്ന ഒരു അമ്മയെപ്പോലെ അത് ലോകത്തിലെ ഏറ്റവും വലിയ ആശ്വാസമാണ്. കാലിത്തൊഴുത്തിൽ മകനെ മടിയിൽ കിടത്തി ഉറക്കിയ അമ്മ കാൽവരിയിൽ മകനെ വീണ്ടും മടിയിൽ കിടത്തി. ഈ പ്രാവശ്യം ഉറക്കാനല്ല, അവസാനമായി ചേർത്തു പിടിക്കാൻ. അന്ന് മകൻ കരഞ്ഞു, ഇന്ന് അമ്മയുടെ ഉള്ളം കരഞ്ഞു. എന്നിട്ടും അവൾ ഒന്നും പറഞ്ഞില്ല. കാരണം ചില വേദനകൾക്ക് ഭാഷയില്ല. മഗ്ദലനക്കാരി മറിയത്തിന്റെ മൗനവും ദുഃഖവെള്ളിയുടെ ഒരു വലിയ ധ്യാനമാണ്. തന്റെ ജീവിതം രക്ഷിച്ചവനെ ഇപ്പോൾ കുരിശിൽ തറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. യോഹന്നാന്റെ മൗനം മറ്റൊരു സത്യം പറയുന്നു. സ്നേഹം വളരുമ്പോൾ മനുഷ്യൻ കൂടുതൽ നിശബ്ദനാകുന്നു. സ്നേഹിക്കുന്നവന് അധികം സംസാരിക്കാൻ കഴിയില്ല. അവൻ കൂടുതൽ മനസ്സിലാക്കും, കുറച്ച് സംസാരിക്കും. ദുഃഖവെള്ളി നമ്മെ മറ്റൊരു വലിയ സത്യം പഠിപ്പിക്കുന്നു. കുരിശിന്റെ മഹത്വം വേദനയിലല്ല, പങ്കിടലിലാണ്. കുരിശിന്റെ കീഴിൽ നിന്നവർ കുരിശ് ചുമന്നില്ല, ആണികൾ സഹിച്ചില്ല, ചാട്ടവാറടി ഏറ്റില്ല. എന്നാലും അവർ കുരിശിന്റെ പങ്കാളികളായിരുന്നു. കാരണം അവർ അവനെ ഒറ്റയ്ക്കാക്കിയില്ല. ജീവിതത്തിൽ നമുക്ക് എല്ലാവരുടെയും കുരിശ് ചുമക്കാൻ കഴിയില്ല. പക്ഷെ ഒരാളെയും ഒറ്റയ്ക്ക് കുരിശ് ചുമക്കാൻ വിടാതിരിക്കാൻ നമുക്ക് കഴിയും. ഇന്നത്തെ ലോകം നോക്കുമ്പോൾ ദുഃഖവെള്ളി ചരിത്രത്തിൽ മാത്രമുണ്ടായ ഒരു ദിവസം അല്ലെന്ന് മനസ്സിലാകും. ഇന്നും ദുഃഖവെള്ളി തുടരുന്നു. യുദ്ധങ്ങളിൽ മരിക്കുന്ന കുട്ടികളിൽ കുരിശുണ്ട്. വൃദ്ധസദനങ്ങളിൽ കാത്തിരിക്കുന്ന മാതാപിതാക്കളിൽ കുരിശുണ്ട്. ഒറ്റപ്പെട്ട് കരയുന്ന മനുഷ്യരിൽ കുരിശുണ്ട്. പണമുണ്ടെങ്കിലും സമാധാനമില്ലാത്ത ജീവിതങ്ങളിൽ കുരിശുണ്ട്. പുറത്തു ചിരിക്കുകയും ഉള്ളിൽ തകർന്നിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരിൽ കുരിശുണ്ട്. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ദാരിദ്ര്യം പണമില്ലായ്മയല്ല, സ്നേഹമില്ലായ്മയാണ്. ഏറ്റവും വലിയ രോഗം
ശരീരരോഗം അല്ല, ഒറ്റപ്പെടലാണ്. അതിനാൽ ദുഃഖവെള്ളി നമ്മോട് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: വേദനിക്കുന്നവന്റെ ചാരയുണ്ടോ ഞാൻ? സ്നേഹം പറയുന്നത് എളുപ്പമാണ്, സ്നേഹം എഴുതുന്നത് എളുപ്പമാണ്, സ്നേഹം പ്രസംഗിക്കുന്നത് എളുപ്പമാണ്. പക്ഷേ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ രൂപം വേദനിക്കുന്നവന്റെ അടുത്ത് നിശബ്ദയായി ഇരിക്കുകയാണ്. വാക്കുകൾ കൊണ്ട് നേടാനാവാത്ത പലതും മൗനം കൊണ്ട് നേടാം. വാക്കുകൾ കൊണ്ട് നൽകാനാവാത്ത ആശ്വാസം സാന്നിധ്യം കൊണ്ട് നൽകാം. ദുഃഖവെള്ളി നമ്മെ അവസാനം പഠിപ്പിക്കുന്നത് ഇതാണ്: ജീവിതത്തിൽ അവസാനം ജയിക്കുന്നത് ശക്തിയല്ല, ബുദ്ധിയല്ല, സമ്പത്തല്ല, സ്നേഹമാണ്. കുരിശിൽ തറച്ചവൻ തോറ്റവനായി ലോകം കരുതി. പക്ഷെ കാലം അവനെ വിജയിയായി പ്രഖ്യാപിച്ചു. കാരണം മനുഷ്യരെ ഭയപ്പെടുത്തി ആരും ലോകം ജയിച്ചിട്ടില്ല. സ്നേഹിച്ച് മാത്രമാണ് ലോകം ജയിക്കപ്പെട്ടത്. അതിനാൽ ദുഃഖവെള്ളി ഒരു ദുഃഖത്തിന്റെ ദിനം മാത്രമല്ല, അത് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവിന്റെ ദിനമാണ്. മൗനം വാചാലമായ ദിനം, സാന്നിധ്യം പ്രസംഗമായ ദിനം, ത്യാഗം സ്നേഹമായി മാറിയ ദിനം. ദുഃഖവെള്ളിയിൽ നമുക്ക് വലിയ പ്രാർത്ഥനകൾ വേണ്ട, ഒരു ചെറിയ പ്രാർത്ഥന മതി. നാഥ, കുരിശിന്റെ ചാരയുണ്ടാകാൻ എന്നെയും പഠിപ്പിക്കണമേ. ഈ ദുഃഖവെള്ളി നമ്മെ കൂടുതൽ പ്രാർത്ഥനക്കാരാക്കുന്നതിന് മുൻപ് കൂടുതൽ മനുഷ്യരാക്കട്ടെ, കൂടുതൽ സ്നേഹിക്കാൻ അറിയാവുന്നവരാക്കട്ടെ, കൂടുതൽ ക്ഷമിക്കാൻ അറിയാവുന്നവരാക്കട്ടെ, കൂടുതൽ കൂടെ നിൽക്കാൻ അറിയാവുന്നവരാക്കട്ടെ. കാരണം ലോകത്തെ രക്ഷിച്ചത് ശക്തിയല്ല, സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ അടയാളമാണ് കുരിശ്. ദുഃഖവെള്ളി ആശംസകൾ. ക്രൂശിലെന്നെ തറച്ചു നിങ്ങൾ, മോക്ഷവാതിൽ തുറക്കാൻ വന്നു, ശിക്ഷയായൻ കൈകൾ